ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് സിവിൽ. നമ്മൾ ഇറിഗേഷൻ ആൻഡ് ഹൈഡ്രോളജി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് തേർഡ് വീഡിയോ ആണ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കാണാൻ ശ്രമിക്കുക. ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഒരുപാട് കാര്യങ്ങൾ ആ 2 വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് പേജിലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ ഓവർസിയർ എക്സാംസിനും A-level എക്സാംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇറിഗേഷൻ ആൻഡ് ഹൈഡ്രോളജി എന്ന് പറയുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, കുറച്ച് കൂടുതൽ പഠിക്കാനായിട്ടൊരു ടോപ്പിക്കാണ്. ഗേറ്റ് എക്സാംസിനൊക്കെയും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. The water content below the permanent wilting point is known as hygroscopic water. അതായത് പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിൻറ്റ് ബിലോ ആയിട്ടുള്ള ആ ഒരു വാട്ടർ കണ്ടൻറ്റിനാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. അപ്പം അത് പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിൻറ്റ് എന്താണെന്ന് പറയാം. പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിൻറ്റ് എന്ന് പറയുന്നത് ദ വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് പ്ലാന്റ്സ് ക്യാൻ നോ ലോങ്ങർ എക്സ്ട്രാക്ട് സഫിഷ്യൻറ്റ് വാട്ടർ ഫ്രം ദ സോയിൽ ഫോർ ഇറ്റ്സ് ഗ്രോത്ത്. അതായത് പ്ലാന്റ്സിന് അതിൻ്റെ സോയിലിൽ നിന്നും സഫിഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടർ എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയാത്ത ആ ഒരു വാട്ടർ കണ്ടൻറ്റിനെയാണ് പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിൻറ്റിന് മുമ്പുള്ള ആ ഒരു ബിലോ ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുന്നത്. ഒരുപാട് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട് പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിൻറ്റും ഹൈഗ്രോസ്കോപ്പിക് വാട്ടറൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക, പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിൻറ്റ് എന്താണ്, ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്താണെന്ന്. അതുപോലെ തന്നെ സാച്ചുറേഷൻ കപ്പാസിറ്റി അങ്ങനെ കുറച്ച് ടേംസൊക്കെ ഉണ്ട്. ഓരോരോ വീഡിയോ ആയിട്ട് കുറച്ചായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. Infiltration indicate the loss of water penetrated into the soil. It may join some underground water. അതായത് ഇൻഫിൽട്രേഷൻ, എക്സ്ഫിൽട്രേഷൻ എന്ന് പറഞ്ഞൊരു 2 ടേംസ് പഠിക്കാവുന്നുണ്ട്. ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് വാട്ടർ പെനിട്രേറ്റഡ് ഇൻ ടു ദ സോയിൽ. ഇറ്റ് മേ ജോയിൻ സം അണ്ടർഗ്രൗണ്ട് വാട്ടർ. അതായത് നമ്മൾ വാട്ടർ സോയിലിൽ പെനിട്രേറ്റ് ചെയ്ത് പോയിട്ട് അത് അണ്ടർഗ്രൗണ്ട് വാട്ടറിൽ ജോയിൻ ചെയ്തതാണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇൻലെറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ കനാൽ ടു അഡ്മിറ്റ് ദ ഡ്രെയിൻ വാട്ടർ ഇൻ ടു ഇറ്റ്. നമ്മൾ കനാലിൽ ഇൻലെറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡ്രെയിൻ വാട്ടർ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻലെറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കനാലിൽ. സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്റ്റഡ് ഫോർ ഡ്രോയിങ് വാട്ടർ ഫ്രം റിസർവെയർ ആർ കോൾഡ് ഇൻഡെക്സ്. അപ്പം വാട്ടർ റിസർവെയറിൽ നിന്നും ഡ്രോ ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെയാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്റ്റഡ് ഫോർ ഡ്രോയിങ് വാട്ടർ ഫ്രം റിസർവെയർ ആർ കോൾഡ് ഇൻഡെക്സ്. The speed of wind is expressed in maritime works in knots. നമ്മൾ വിൻഡിൻ്റെ സ്പീഡ് എക്സ്പ്രസ് ചെയ്യുന്നത് നോട്ട്സിലാണ്. Inundation canals usually draw their supplies from rivers whenever there is a high stage in the river. അപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ ആ ഒരു വാട്ടർ സപ്ലൈയുടെ ആ ഒരു അതനുസരിച്ച് എമൗണ്ട് അനുസരിച്ച് 2 ടൈപ്പ് കനാലുണ്ട്. പെർമനൻറ്റ് കനാലും ഇനുണ്ടേഷൻ കനാലുണ്ട്. പെർമനൻറ്റ് കനാലിൻ്റെ വേറൊരു പേര് പെരീനിയൽ കനാലും ഇനുണ്ടേഷൻ കനാലിനെ നോൺ പെരീനിയൽ കനാലെന്നും പറയുന്നുണ്ട്. അപ്പം ഇനുണ്ടേഷൻ കനാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈ സ്റ്റേജ് വാട്ടർ ഉള്ള സമയത്ത് മാത്രമേ സപ്ലൈ നടക്കത്തുള്ളൂ. അതായത് യൂഷ്വലി ഡ്രോ ദെയർ സപ്ലൈസ് ഫ്രം റിവേഴ്സ് വെൻ എവർ ദെയർ ഇസ് എ ഹൈ സ്റ്റേജ് ഇൻ ദ റിവറിൽ ഹൈ സ്റ്റേജ് വാട്ടർ ഉള്ളപ്പോൾ മാത്രമേ നമ്മൾ വാട്ടറിൽ സപ്ലൈസ് നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇനുണ്ടേഷൻ കനാലിൽ എപ്പോഴും നമുക്ക് ത്രൂ ആയിട്ട് നമുക്കതിൽ വെള്ളം കിട്ടത്തില്ല. ത്രൂ ആയിട്ട് ഫുള്ളായിട്ട് നമുക്ക് വെള്ളം കിട്ടുന്ന സമയം എന്ന് പറയുന്നത് അങ്ങനത്തെ കനാൽ പെർമനൻറ്റ് ഓർ പെരീനിയൽ കനാലാണ്. അപ്പം ഇനുണ്ടേഷൻ കനാലിൽ അങ്ങനെ എപ്പോഴും വെള്ളം കാണത്തില്ല. കൂടുതൽ മൺസൂൺ ടൈമിൽ മാത്രമേ ഇനുണ്ടേഷൻ കനാലിൽ വാട്ടർ സപ്ലൈ ഉണ്ടാവത്തുള്ളൂ. ഫ്ലഡ് ഇറിഗേഷൻ ഈസ് ഓൾസോ കാൾഡ് ഇനുണ്ടേഷൻ ഇറിഗേഷൻ. ഫ്ലഡ് ഇറിഗേഷനും ഇനുണ്ടേഷൻ ഇറിഗേഷൻ എന്നും പറയാറുണ്ട്. For a large catchment, contours joining points of equal monthly rainfall values were plotted. The plot is known as isohedral map. ലാർജ് കാച്ച്മെൻറ്റിൽ ഈക്വൽ മന്ത്ലി റെയിൻഫോൾ വാല്യൂസ് പ്ലോട്ട് ചെയ്യുന്ന കോണ്ടൂസ് ജോയിനിങ് പോയിൻറ്റ്സ് ഓഫ് ഈക്വൽ മന്ത്ലി റെയിൻഫോൾ വാല്യൂസ് അതായത് ഈക്വൽ മന്ത്ലി റെയിൻഫോൾ വാല്യൂസ് ഒക്കെ പ്ലോട്ട് ചെയ്യുന്ന ആ ഒരു പ്ലോട്ടിനെയാണ് ഐസോഹെഡ്രൽ മാപ്പ് എന്ന് പറയുന്നത് ഫോർ ലാർജ് കാച്ച്മെൻറ്റ്. The irrigation water has to be lifted before it runs to fields is lift irrigation. അതായത് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിഫ്റ്റ് ചെയ്യും. നമ്മൾ ഫീൽഡിലോട്ട് ഫീൽഡിൽ നമ്മൾ വാട്ടർ സപ്ലൈ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ വാട്ടറിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്തെടുത്ത് കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് ഇറിഗേഷനാണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ലോവർ ലെവലിൽ നിന്നും വാട്ടർ ലിഫ്റ്റ് ചെയ്ത് ഫീൽഡിൽ കൊടുക്കുന്നു, അങ്ങനെ ഇറിഗേറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് ഇറിഗേഷനാണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ലിഫ്റ്റ് ഇറിഗേഷൻ നമ്മൾ എക്സാമ്പിളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്പൺ വെൽസ്, ഡീപ്പ് വെൽസിലൊക്കെ ഉള്ള ആ ഒരു എല്ലാം ലിഫ്റ്റ് ഇറിഗേഷൻ്റെ എക്സാമ്പിളാണ്. ഇഫ് ഏരിയ ഇറിഗേറ്റഡ് ഈസ് ലെസ് ഡ്യൂട്ടി ഓഫ് വാട്ടർ വിൽ ബി ലെസ്. നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്ന ഏരിയ കുറവാണെങ്കിൽ
വാട്ടറിൻ്റെ ഡ്യൂട്ടി ഓഫ് വാട്ടറും കുറവായിരിക്കും. ഇപ്പോൾ ഡ്യൂട്ടിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് റേഷ്യോ ബിറ്റ്വീൻ ദ ഏരിയ ഓഫ് ക്രോപ്പ് ഇറിഗേറ്റഡ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ് ഡ്യൂറിങ് ഈസ് എൻഡേർഡ് പീരീഡ് ഓഫ് ദ ക്രോപ്പ്. അതായത് ഏരിയ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, അതാണ് ഡ്യൂട്ടിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഡ്യൂട്ടി, ടൈപ്പ് ഓഫ് ക്രോപ്പ്, ടൈപ്പ് ഓഫ് സോയിൽ, ക്ലൈമാറ്റിക് കണ്ടീഷൻ, മെത്തേഡ് ഓഫ് ഇറിഗേഷൻ, ഇതെല്ലാം ഡ്യൂട്ടിയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇൻ സൂപ്പർ പാസേജ് ദ FSL of the canal is lower than the bottom of the natural drainage. FSL എന്ന് പറഞ്ഞാൽ ഫുൾ സപ്ലൈ ലെവൽ ഓഫ് ദ കനൽ. നമ്മൾ ഫസ്റ്റ് ഒരു ക്ലാസ്സിൽ അക്വിഡക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രോസ് ഡ്രെയിനേജ് വർക്കിൽ വരുന്നതാണ് അക്വിഡക്റ്റ്, സൈഫൺ അക്വിഡക്റ്റ്, സൂപ്പർ പാസേജ്, കനാൽ സൈഫൺ, ലെവൽ ക്രോസിംഗ് ഒക്കെ. അപ്പോൾ ഇതിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കനാൽ ഓവർ ഡ്രെയിൻ കണ്ടീഷനുണ്ട്, ഡ്രെയിൻ ഓവർ കനാലും ഉണ്ട്. അപ്പോൾ ഡ്രെയിൻ ഓവർ കനാലിൽ വരുന്നതാണ് സൂപ്പർ പാസേജും കനാൽ സൈഫൺ എന്ന് പറയുന്നത്. അതായത് ഡ്രെയിനായിരിക്കും മുകളിൽ, കനാൽ താഴേക്കും. അതാണ് ഡ്രെയിൻ ഓവർ കനാൽ എന്ന് പറയുന്നത്. സൂപ്പർ പാസേജ് എന്ന് പറയുമ്പോൾ അത് ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്തത്. നമ്മൾ സൂപ്പർ പാസേജ് പഠിക്കുകയാണെങ്കിൽ ഫുൾ സപ്ലൈ ഓഫ് ദ കനാൽ എന്ന് പറഞ്ഞാൽ ലോവർ ദാൻ ദി ബോട്ടം ഓഫ് ദ നാച്ചുറൽ ഡ്രെയിനേജ്, അതാണ് സൂപ്പർ പാസേജ് എന്ന് പറയുന്നത്. അപ്പം കനാൽ സേഫ് ആണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഫുൾ സപ്ലൈ ഓഫ് ദ കനാൽ ഈസ് ഹയർ ദാൻ ദി ബോട്ടം ഓഫ് ദി നാച്ചുറൽ ഡ്രെയിനേജ് എന്ന ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കനാൽ സേഫും വരുന്നത്. അപ്പോൾ ഇത് ഡ്രെയിൻ ഓവർ കനാലാണ് സൂപ്പർ പാസേജ് വരുന്നത്. കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ ഓഫ് ദ കനാൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഡ്രെയിനേജിൻ്റെ ബോട്ടത്തിനേക്കാളും താഴെയായിരിക്കും, ആണ് സൂപ്പർ പാസേജ് എന്ന് പറയുന്നത്. ദ കനാൽ ജനറലി ക്യാരീസ് വാട്ടർ ഡയറക്ട്ലി ഫ്രം ദ റിവർ ഈസ് മെയിൻ കനാൽ. അതായത് റിവറിൽ നിന്നും ഡയറക്റ്റായിട്ട് വാട്ടർ ക്യാരി ചെയ്യുന്ന ആ ഒരു കനാലിനെയാണ് മെയിൻ കനാൽ എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് ബ്രാഞ്ച് കനാൽ, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടറി അങ്ങനെയായിട്ട് പോകും. The storage capacity of a reservoir can be computed by using mass curve method. നമ്മൾ റിസർവെയറിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മാസ് കർവ് മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇൻ റെയിൻ ഗേജസ് ദ റെയിൻഫോൾ ഈസ് മെഷേർഡ് ഇൻ മില്ലിമീറ്റേഴ്സ്. നമ്മൾ റെയിൻഫോൾ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റെയിൻ ഗേജസ് ആണ്. അപ്പോൾ അത് മെഷർ ചെയ്യുന്നത് ഇൻ മില്ലിമീറ്റേഴ്സിലാണ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെയിൻ ഗേജ് എന്ന് പറയുന്നത് ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് എക്സാംസിന് വരാറുണ്ട്. ഇത് ഈ മില്ലിമീറ്റർ, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ റെയിൻ ഗേജസിൻ്റെ ഈ ഒരു റെയിൻഫോളിനെ മെഷർ ചെയ്യുന്ന ആ ഒരു മില്ലിമീറ്റർ, അത് ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 2 വർഷം മുന്നേ എൻ്റെ ഓർമ്മ 2 വർഷം മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. റെയിൻ ഗേജസ് ദ റെയിൻഫോൾ ഇസ് മെഷേർഡ് ഇൻ മില്ലിമീറ്റേഴ്സ്. എ റിവർ ട്രെയിനിങ് വർക്ക് ഈസ് ജനറലി റിക്വയർഡ് വെൻ ദ റിവർ ഈസ് മിയാൻഡറിങ്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ റിവർ ട്രെയിനിങ് വർക്ക് മിയാൻഡറിങ് ആ ഒരു സ്റ്റേജിലാണ് റിവർ ട്രെയിനിങ് വർക്ക് ആവശ്യമായിട്ട് വരുന്നത്. The difference of total head at the point of entry and at the point of exit of the turbine is known as net head. നമ്മൾ ഈ നെറ്റ് ഹെഡ്, ഗ്രോസ് ഹെഡ്, അങ്ങനെ കുറേ ടേംസ് ഉണ്ട്. അപ്പോൾ അതിൽ പോയിൻ്റ് ഓഫ് എൻട്രി ആൻഡ് ദ പോയിൻ്റ് ഓഫ് എക്സിറ്റ്, ആ ഒരു ഹെഡ്, അതിൻ്റെ ഹെഡിൻ്റെ ആ ഒരു ഡിഫറൻസ് ആണ് നെറ്റ് ഹെഡ് എന്ന് പറയുന്നത്. ടർബൈനിൽ നെറ്റ് ഹെഡ് എന്ന് പറയുന്നത്. സൈമൺസ് റെയിൻ ഗേജ് ഈസ് നോൺ റെക്കോർഡിംഗ് ഗേജ്. നമ്മൾ റെക്കോർഡിംഗ് റെയിൻ ഗേജ് ഉണ്ട്, നോൺ റെക്കോർഡിംഗ് റെയിൻ ഗേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ സൈമൺസ് റെയിൻ ഗേജ് എന്ന് പറയുന്നത് നോൺ റെക്കോർഡിംഗ് റെയിൻ ഗേജസ് ആണ്. പിന്നെ വേറെ കുറച്ച് കൂടുതലും നോൺ റെക്കോർഡിങ്ങിൽ സൈമൺസാണ് ചോദിക്കാറുള്ളത്. പിന്നെ ടിപ്പിംഗ്, ബക്കറ്റ് ടൈപ്പ്, അങ്ങനെയൊക്കെ വേറെ റെയിൻ ഗേജസും ഉണ്ട്. ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ് ദ ക്രോപ്പ് ഈസ് നോൺ ആസ് പാലിയോ. അതായത് നമ്മൾ ക്രോപ്പ് സോ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് കൊടുക്കുന്ന ആ ഒരു വാട്ടറിനെയാണ് പാലിയോ എന്ന് പറയുന്നത്. ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് പാലിയോ, കോർ വാട്ടറിങ്, അതൊക്കെ ഓരോരോ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒരു കുറച്ച് സെൻറ്റിമീറ്റർ ഗ്രോ ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കുന്നതാണ് കോർ വാട്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോരോ സെൻറ്റിമീറ്റർ വാല്യൂസും ഉണ്ട്. അപ്പോൾ ഇത് പാലിയോ എന്ന് പറയുന്നത് സോയിങ്ങിന് മുന്നേ തന്നെ ഫസ്റ്റ് വാട്ടറിങ് കൊടുക്കുന്നതിനാണ് പാലിയോ എന്നും പറയുന്നത്. ദ കോണ്ടൂർ കനാൽ ക്യാൻ ഇറിഗേറ്റ് ഓൺലി ഓൺ വൺ സൈഡ്. നമ്മളിപ്പോൾ ഈ കോണ്ടൂർ കനാൽ, റിഡ്ജ് കനാൽ എന്നൊക്കെ പറയുന്ന ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കോണ്ടൂർ കനാൽ എന്ന് പറയുന്നത് നമ്മൾ ഈ കോണ്ടൂർ അലൈൻമെൻറ്റ് ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ്. കോണ്ടൂർ കനാൽ എന്ന് പറയുന്നത് നമ്മൾ കൺട്രിയുടെ കോണ്ടൂസിന് പാരലായിട്ട് അലൈൻ ചെയ്യുന്ന ആ ഒരു കനാലാണ് കോണ്ടൂർ കനാൽ എന്ന് പറയുന്നത്. നമുക്ക് ഒരു സൈഡ് മാത്രമേ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ, അതായത് ലോ വാല്യൂ കോണ്ടൂർ സൈഡാണ്. പിന്നെ അടുത്തുള്ള കനാലിന് വാട്ടർ ഷെഡ് ഓർ റിഡ്ജ് കനാൽ, അതാണ് കൂടുതലായിട്ട് എക്സാംസിന് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് നമ്മൾ വാട്ടർ ഷെഡ് ലൈൻ അല്ലെങ്കിൽ റിഡ്ജ് ലൈനിൽ എലോങ് ആയിട്ട് അലൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു കനാലാണ് വാട്ടർ ഷെഡ് കനാൽ ഓർ റിഡ്ജ് കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് 2 സൈഡിൽ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. 2 സൈഡിലും നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ടൈപ്പ് കനാൽ എന്ന് പറഞ്ഞാൽ സൈഡ് സ്ലോപ്പ് കനാലാണ്. അപ്പം കനാൽ കൺട്രിയുടെ കോണ്ടൂസിന് റൈറ്റ് ആംഗിളായിട്ട്, നമ്മൾ ഫസ്റ്റ് കോണ്ടൂർ പാരലൽ എന്ന് പറഞ്ഞു. ഇത് സൈഡ് സ്ലോപ്പ് കനാലിലാണെങ്കിൽ റൈറ്റ് ആംഗിളിൽ അലൈൻ ചെയ്തിരിക്കുന്ന കനാലാണ് സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറയുന്നത്. അത് നാച്ചുറൽ ഡ്രെയിനേജിന് പാരലൽ ആയിരിക്കും.
നാച്ചുറൽ ഡ്രൈനേജിൽ പാരലായിരിക്കും കനാൽ പ്രോസ്റ്റേറ്റിൽ റൺ ചെയ്യുന്നത്. സൈഡ് സ്ലോപ്പ്, അതുപോലെ തന്നെ സൈഡ് സ്ലോപ്പ് കനാലിൽ നമുക്ക് ക്രോസ് ഡ്രൈനേജ് വർക്ക്സ് കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്രോസ് ഡ്രൈനേജ് വർക്ക് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ആയിട്ടുള്ളത് സൈഡ് സ്ലോപ്പ് കനാലിലാണ്. ചില എക്സാംസിനൊക്കെ വാട്ടർ ഷെഡ് ലൈനൊന്നും കണ്ടിട്ടുണ്ട്. അപ്പം കറക്റ്റ് വരുന്നത് സൈഡ് സ്ലോപ്പ് കനാലിലാണ്. ചോദിച്ചിട്ടുണ്ട് ക്രോസ് ഡ്രൈനേജ് വർക്ക്സ് എലിമിനേറ്റ് ചെയ്യുന്നത് ഏത് കനാലിലാണ്? സൈഡ് സ്ലോപ്പ് കനാലിലാണ് കറക്റ്റ് വരുന്നത്. ചില എക്സാംസിനൊക്കെ വാട്ടർ ഷെഡ് ലൈനിലും ആൻസർക്ക് കണ്ടിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഈ കനാൽ അലൈൻമെൻറ്റിലുള്ള ഈ 3 എണ്ണമാണ്. കോണ്ടൂർ കനാലും വാട്ടർ ഷെഡ് ഓർ റിഡ്ജ് കനാലും സൈഡ് സ്ലോപ്പ് കനാലും. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ റെയിൻ ഗേജസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ സൈമൺസ് റെയിൻ ഗേജിൻ്റെ കാര്യം പറഞ്ഞു, നോൺ റെക്കോർഡിംഗ് ഗേജ് ആണെന്ന് പറഞ്ഞു. അപ്പം നോൺ റെക്കോർഡിംഗ് ഗേജും ഉണ്ട്, റെക്കോർഡിംഗ് ഗേജും ഉണ്ട്. അപ്പം നോൺ റെക്കോർഡിങ്ങിൽ മെഷർ ചെയ്തതിൻ്റെ ഡെപ്താണ് മെഷർ ചെയ്യുന്നത്. റെക്കോർഡിങ്ങിൽ അതിൻ്റെ ഡ്യൂറേഷനും ഡെപ്ത്തും മെഷർ ചെയ്യാറുണ്ട്. അപ്പം ഈ നോൺ റെക്കോർഡിങ്ങിൽ വരുന്നൊരു എക്സാമ്പിൾ സൈമൺസ് റെയിൻ ഗേജ് മാത്രമേ ഉള്ളൂ. റെക്കോർഡിങ്ങിൽ വരുന്നത് നമ്മൾ പഠിക്കുന്നത് നാച്ചുറൽ സൈഫൺ, ടിപ്പിംഗ് ബക്കറ്റ് ടൈപ്പ്, വെയിൻ ബക്കറ്റ് ടൈപ്പ്, അങ്ങനെ ഉണ്ട്. ഇത്ര 3 അപ്പോൾ അതിൽ നാച്ചുറൽ സൈഫൺ ഇമ്പോർട്ടൻറ്റ്. നാച്ചുറൽ സൈഫണാണ് കോമൺ ആയിട്ട് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സൈഫണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്. നാച്ചുറൽ സൈഫണാണ് കോമൺ ആയിട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് റെയിൻ ഗേജസിൽ പഠിക്കേണ്ട കാര്യം. ഇത്രയും കാര്യം ഈ കോമൺ ആയിട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ്, അതുപോലെ തന്നെ നോൺ റെക്കോർഡിംഗ് ഗേജിൽ വരുന്ന ഏത്, അങ്ങനെയൊക്കെയാണ് സാധാരണ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ